ഹായ് എവ്രി വൺ, ലൈഫ് സ്റ്റൈൽ അറ്റ് ബ്രിഡ്ജ് മേരിയുടെ അനദർ ഗാർഡനിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തവണത്തെ വീഡിയോയിൽ ഒരു ചെറിയ ഹാർവസ്റ്റാണ്. നമ്മുടെ തക്കാളിക്കൊക്കെ പഴുത്ത് റെഡിയായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ വീഡിയോയിൽ ഇത്തവണ ഒരു ഗസ്റ്റ് ഉണ്ട്, എൻ്റെ അനിയത്തിയുടെ കൊച്ചാ കേട്ടോ. അപ്പോൾ അവൾക്ക് പിള്ളേർക്കെല്ലാം ഈ പറിക്കാൻ ഇഷ്ടമെന്ന് പറഞ്ഞ പോലെ അവൾക്കും തക്കാളിക്കൊക്കെ പറിക്കാൻ വളരെ ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ പോണ വഴിക്ക് ഞാൻ നോക്കിയപ്പം ഒരു മല്ലി അത് ഫുള്ള് മൂക്കുന്നതിന് മുന്നേ തന്നെ ഒടിഞ്ഞു വീണതായിരുന്നു. അപ്പം എൻ്റെ അനിയത്തി എനിക്ക് വീഡിയോ എടുത്തു തരുന്നത്. ഞാൻ അന്നേരത്തേക്കിന് ആ മല്ലി പതുക്കി ഇങ്ങനെ പൊട്ടിച്ച് നോക്കി. സീഡായിട്ടുണ്ട്, കിളുക്കുമെന്നൊന്നും അറിയത്തില്ല. പക്ഷേ അതിങ്ങനെ ഒന്ന് കയ്യിൽ തിരുമ്മിയിട്ട് മണത്ത് നോക്കിയപ്പോഴത്തേക്കിനും നല്ല മല്ലിയുടെ നല്ല ഫ്രാഗ്രൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു ചെടി കാറ്റത്ത് മറിഞ്ഞു വീണിട്ട് അങ്ങനെ ഉണങ്ങിപ്പോയ ഒരു മല്ലിച്ചെടിയാണ്, അല്ലാതെ തന്നെ മൂത്ത് കായായതല്ല. അതുകൊണ്ടായിരിക്കാം അതിനൊരു ഈ പറഞ്ഞ പോലെ ഒരു മണവും ഗുണമൊന്നും ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നത്. എനിവേ ഞാനത് കളയാനൊന്നും നിന്നില്ല, അത് ആ സൈഡിൽ തന്നെ ചാരി വെച്ചു. അടുത്തത് നമ്മുടെ തക്കാളിക്ക് ഹാർവസ്റ്റിലേക്ക് കടക്കാം. ബേബിക്കാണെങ്കിൽ അത് പറിച്ചോളാൻ വയ്യായിരുന്നു. പറിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. ഞാൻ പിന്നെ പതുക്കെ ഇങ്ങനെ സൈഡിലൊക്കെ ഒന്ന് നിർത്തി ഒന്ന് ക്ഷമിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ്. കാരണം ചുമ്മാ അങ്ങനെ വലിച്ചു പറിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് ഞാൻ അവളെ സിസേഴ്സ് കൊണ്ട് പറിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തു. എൻ്റെ അനിയത്തി എൻ്റെ അടുത്ത് പറയുമായിരുന്നു, എന്നെപ്പോലെ തന്നെ കൃഷിയിലൊക്കെ താല്പര്യവും ഇവക്കും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്താ പറയുക, ഞങ്ങൾ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അനിയത്തി കുറേ നാൾ കൂടിയാണ് വരുന്നത്. അപ്പോൾ കൊച്ചിനെ ഞാൻ കാണുന്നതും കുറേ നാൾ കൂടിയാണ്. കാര്യം അവരിവിടെ എൻ്റെ കൂടെ തന്നെയാണെങ്കിലും ഇടയ്ക്കൊക്കെ കാണാൻ സാധിക്കാറുള്ളൂ. 2 പേർക്കും ഡ്യൂട്ടിയുടെയൊക്കെ തിരക്കുള്ള കാരണം ഞങ്ങൾ വല്ലപ്പോഴുമൊക്കെ ഉള്ളൂ മീറ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ അതാണ് എൻ്റെ തക്കാളി. ഇതൊരു വെറൈറ്റി പ്ലം ടൊമാറ്റോയാണ്. ഞാനിത് എൻ്റെ കൊളീക്ക് കൊണ്ടുതന്ന്, അവരുടെ ഗാർഡനിൽ ഫുള്ളി റൈപ്പനായത് കൊണ്ടുതന്ന് കഴിച്ചിട്ടുണ്ട്. നല്ല മധുരം, അടിപൊളി ജ്യൂസി ടേസ്റ്റുമാണ്. അതായത് ചുമ്മാ അത് ഫ്രഷായിട്ട് കഴിക്കാനായിട്ട്. എൻ്റെയൊക്കെ കുഞ്ഞിലെ എൻ്റെ അമ്മയാണ് ശരിക്കും അത് കാണിച്ചു തന്നെ. തക്കാളി വാങ്ങുമ്പോൾ അമ്മ പതുക്കെ ഇങ്ങനെ അതിൻ്റെ മേളുവശം ചെത്തിക്കളഞ്ഞിട്ട് അതിനകത്തൊരു ഇച്ചിരി പഞ്ചസാര ഇട്ടിട്ട് ഒരു സ്പൂൺ ഇട്ട് തരുമായിരുന്നു. അതങ്ങനെ കുടിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അന്ന് ഞങ്ങളുടെ വീട്ടിലൊന്നും ഫ്രിഡ്ജൊന്നുമില്ല, എന്നാലും സമ്മറിൻ്റെ സമയത്ത് നമ്മുടെ വേനൽക്കാലത്ത് അങ്ങനെയൊക്കെ കഴിക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പം എനിക്ക് ഈ വീഡിയോ ആക്ച്വലി റെക്കോർഡ് ചെയ്യുമ്പം പണ്ട് അമ്മ അങ്ങനെ ചെത്തിത്തരുന്ന ഓർമ്മയൊക്കെയാണ് വരുന്നത്. എൻ്റെ അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഏതാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അമ്മ വേണമെങ്കിൽ പറയും തക്കാളിയാണ്. പിന്നെ എൻ്റെ അനിയത്തി പറഞ്ഞു അവൾക്ക് പച്ചത്തക്കാളിക്കാൻ വേണം, അവൾക്ക് തോരൻ വയ്ക്കാനാണ്. അങ്ങനെ ബേബി പിന്നെ വളരെ ഹാപ്പി ആയിരുന്നു. ഇനിയും മോർ പറിക്കാനുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവൾ അതെല്ലാം പറയുന്നത്. ഇതൊക്കെ ഇച്ചിരി കെയർഫുള്ളിയാണ് ആൾ പറിക്കുന്നത് കേട്ടോ. ഞങ്ങൾ പിന്നെ കുടുംബപരമായിട്ടേ കൃഷിക്കാരാണ്. എൻ്റെ അച്ഛൻ കൃഷിയാണ്. ഞങ്ങളുടെ വീട്ടിൽ ചെറിയ പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ട്. അങ്ങനെ ആയിരിക്കാം എനിക്കും ഈ ഒരു താല്പര്യം വന്നെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കൃഷികൾ. പൂക്കളാണേലും ശരി, പച്ചക്കറി ആണെങ്കിലും ശരി, വളരെയധികം താല്പര്യമാണ്. സമയമില്ലാത്ത ഒരു കുഴപ്പമേ ഉള്ളൂ. അപ്പോൾ ആ പാത്രത്തിൽ ഏകദേശം നിറച്ചില്ല, എന്നാലും തക്കാളിക്ക കിട്ടിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഓട്ടുരുളിയുടെ ഒരു മൂടിക പാത്രമാണ്. ഞങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഹാർവെസ്റ്റിംഗ് ബാസ്ക്കറ്റ് ഒന്നും ഇല്ല. എന്തോ ഇതുവരെ ഞാനത് മേടിച്ചിട്ടില്ല. കാരണം ഇവിടെ ഒരു 3-4 മാസം കഴിയുമ്പോൾ ഈ സമ്മർ അങ്ങ് തീരുമല്ലോ. അപ്പോൾ ഹാർവെസ്റ്റിംഗ് പാത്രമായിട്ട് വാങ്ങിക്കാനുള്ള ഇതൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാനെൻ്റെ ഈ ഗാർഡനിൽ ശരിക്കും പറഞ്ഞാൽ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2018 കഴിഞ്ഞപ്പോൾ തൊട്ട് തുടങ്ങിയ കൃഷിയാണ്. ശരിക്കും പറഞ്ഞാൽ പുതിയതായിട്ട് തുടങ്ങിയതൊന്നുമല്ല. ഇതിനിടയ്ക്ക് പല രൂപഭാവ മാറ്റങ്ങളും എൻ്റെ ഗാർഡനിൽ സംഭവിച്ചിട്ടുണ്ട്. പണ്ടത്തെ ഗാർഡൻ്റെയൊക്കെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പം അതെല്ലാം അറ്റാച്ച് ചെയ്ത് ഒരു വീഡിയോ ആയിട്ടിടാം. കാരണം അത് എനിക്ക് കാണാൻ ഇഷ്ടമാണ്, കാണാൻ ഇൻട്രസ്റ്റിംഗ് ആണ് എന്തൊക്കെ മാറ്റങ്ങളിൽ കൂടെ ഗാർഡൻ പോയിട്ടുണ്ടെന്ന്. ഞങ്ങൾക്ക് ഈ വീട് മേടിച്ച് ഞങ്ങളുടെ കയ്യിൽ ഈ പ്രോപ്പർട്ടി കിട്ടുമ്പോഴത്തേക്കിനും ഒരു ചെടിയോ ഒന്നും ഈ ഗാർഡനിലില്ലായിരുന്നു. മുഴുവനും ഇതുപോലെ ചരൽ വിരിച്ചിട്ട് ഒരു സൈഡിൽ ടാറിട്ട്, ബാക്ക് ഗാർഡനിലാണെങ്കിൽ ഫുള്ള് സ്ലാബ് ഇട്ട് ഒരു ഡെക്കിങ് ഇട്ട് ഒരു ഗാർഡനായിരുന്നു. അവിടെ നിന്നാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പതുക്കെ ഓരോന്നായിട്ട് ഉണ്ടാക്കി. ഞങ്ങളുടെ പിള്ളേരൊക്കെ കുഞ്ഞായിരുന്നു അന്ന്. എൻ്റെ ഒരു വീഡിയോ ഉണ്ട് പഴയ ഗാർഡൻ്റെയൊക്കെ. അപ്പം ഞങ്ങൾ പിള്ളേരൊക്കെ ഇപ്പോൾ ഏകദേശം ഇത്രയും കുറച്ചൊക്കെ വലുതായി. അപ്പം ഇപ്പോഴും ഞങ്ങൾ ആ ഗാർഡൻ പാഷൻ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് ഫൈനലി നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചതും എനിക്ക് വളരെയധികം സന്തോഷമാണ്. കാരണം എന്താ പറയുന്നത്, എനിക്ക് പണ്ട് തൊട്ടേ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇറ്റ് ടുക്ക് എ ലോട്ട് ഓഫ് കറേജ്. എന്താ പറയുന്നത്, എനിക്ക് ഒത്തിരി ധൈര്യം സംഭരിച്ചാണ് ഞാൻ. കാരണം എനിക്കൊട്ടും കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഇങ്ങനെ തുടങ്ങാനും ഇതെന്തായി തീരുമെന്നൊക്കെ അറിയാൻ മേലാതെ. പക്ഷെ ഒരു കാര്യം എൻ്റെ മനസ്സിൽ എന്താ പറയുന്നത്, ഞാനിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞോളൂ, ഇത് എങ്ങനെയെങ്കിലും എൻ്റെ ഈ ഗാർഡനും എൻ്റെ ഈ പൂക്കളും ഒക്കെ ആൾക്കാരുടെ എത്തിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. ഫൈനലി ഞങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയായിരുന്നു. എന്നാലും 2 കൊല്ലം മുമ്പാണ് ഞാൻ
ആക്റ്റീവ്ലി എന്താ പറയുന്നത് വീഡിയോസ് ഇടാനും ഒക്കെ തുടങ്ങിയതും എൻ്റെ ഗാർഡനിങ് വീഡിയോസ് കൂടുതൽ ചെയ്യാനും ഒക്കെ ചെയ്തത്. എനിക്ക് ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്യാൻ ഇഷ്ടമുള്ളത് എൻ്റെ ഗാർഡൻ തന്നെയാണ്. ഞാൻ കുക്കിംഗ് വീഡിയോസും എന്താ പറയുന്നത് ലൈഫ് സ്റ്റൈൽ വീഡിയോസൊക്കെ ഇടാറുണ്ട്. എന്നിരുന്നാലും എൻ്റെ ഈ ഗാർഡനിൽ ചെയ്യുന്ന കാര്യങ്ങളും പച്ചക്കറി വിളവെടുപ്പും പൂക്കളുടെ ഭംഗിയും ഒക്കെ കാണിക്കാൻ തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ കഥ പറഞ്ഞ് സമയം പോയി. അനിയത്തിക്ക് ചീര വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവൾക്കുള്ള ചീരയൊക്കെ പറിച്ച് ഞാൻ അവളെ ചുമ്മാ ഡാൻസൊക്കെ കളിച്ച് കാണിച്ച് എന്താ പറയുന്നത്, നമുക്ക് നമ്മുടെ അനിയത്തിമാർ വീട്ടിൽ വരുമ്പോൾ സന്തോഷമല്ലേ അല്ലേ. പിന്നെ ഇനിയിപ്പോൾ അടുത്ത പരിപാടി വെള്ളം ഒഴിക്കലാണ്. വെള്ളം ഒഴിച്ച് തന്നപ്പോഴത്തേക്കിനും കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ചയിൽ വെച്ച കുക്കുംബർ ചെടിയിൽ ചെറിയൊരു ബേബി കുക്കുംബർ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം നമുക്ക് ഉടനെ തന്നെ കുക്കുംബർ ഹാർവെസ്റ്റ് കാണാം. കാരണം പെട്ടെന്ന് ഇത് വലുതാകും കുക്കുംബർ. അപ്പോൾ ആ പൈപ്പ് ലൈനിലേക്ക് പടർത്തി വിടാനാണ് എൻ്റെ പ്ലാൻ. അങ്ങനെ വെള്ളം ഒഴിച്ച് വരുന്ന വഴി നമുക്കിതേ അടുത്ത് സ്ട്രോബെറി റണ്ണർ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, അവിടെ കണ്ടോ ഒരു കുഞ്ഞു മുകുളവും, അത് വേറൊരു ചെടിയാകും. അവിടെ അതിൻ്റെ താഴെ നിന്ന് നമുക്ക് കുറച്ച് നാളൂടെ കഴിയുമ്പം ചെറിയ രീതിയിൽ വേര് വരുന്നത് കാണാൻ പറ്റും. ഇത് മണ്ണിൽ കുഴിച്ചു വെച്ചാൽ അടുത്ത സ്ട്രോബെറി ആകും. എനിക്ക് തോന്നുന്നു എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഇത് കാണിക്കാറുണ്ടെന്ന്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നുണ്ടല്ലോ എൻ്റെ പിണങ്ങി നിന്ന റോസാ ചെടിയാണ്. ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് മുട്ട് മാത്രം വന്നിങ്ങനെ നിൽക്കുമായിരുന്നു. ഇത് വിടരുകയല്ലേന്ന്. പക്ഷേ ഇത് നോക്കിയേ, കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും ആ റോസ വിടർന്നിട്ടുണ്ട്. പൂക്കൾ കാണാൻ എന്ത് ഭംഗിയാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ റോസിൻ്റെ ഭംഗി. ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പം എൻ്റെ വീട്ടിലെ കട്ട് ഫ്ലവർ തന്നെയായിരിക്കും വൺ ഓഫ് ഹിസ് ഗിഫ്റ്റ്. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും കുറുക്കനാണോ പൂച്ചയാണോ എന്താണെന്നറിയത്തില്ല, നന്നായിട്ട് മാന്തി ആ ചെടിയുടെ മേളിലെല്ലാം മണ്ണിട്ട് മെനകേടാക്കി വെക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ ബാക്ക് ഗാർഡനിൽ സെൻസർ വെച്ചിട്ടില്ല. പിന്നെ ബാക്ക് ഗാർഡനിൽ സെൻസർ വെക്കേണ്ട ആവശ്യം ഇന്നേ വരെ തോന്നിയിട്ടില്ല. കാരണം അത്ര ശല്യം ഉണ്ടായിട്ടില്ലായിരുന്നു. അത് കാരണം അന്ന് വെക്കാഞ്ഞത്. ഇനിയിപ്പം നോക്കാം. അത് കഴിഞ്ഞ് ഞാൻ നമ്മുടെ ഫ്രണ്ട് ഗാർഡനിൽ വന്നിട്ടുണ്ട്. റോസ് ഗാർഡൻ, റോസപ്പൂവിൻ്റെ ആദ്യത്തെ സ്റ്റേജൊക്കെ കഴിഞ്ഞു. പക്ഷേ ഉടനെ തന്നെ വീണ്ടും മുട്ടുകൾ വരുന്നുണ്ട്. ഉടനെ തന്നെ നമുക്ക് അടുത്ത റോസ് ഫ്ലവേഴ്സ് കാണാൻ സാധിക്കും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് ഞാൻ നട്ടുവെക്കുന്ന പണ്ട് ഞാൻ കാണിച്ചിട്ടുള്ളതാണ്. കാരണം പേണി നിൽക്കുന്നതിൻ്റെ തൊട്ടിങ്ങാപ്പുറേ തന്നെ ഞാൻ കോസ്മോസ് വെച്ചു. കണ്ടില്ലേ ആ കോസ്മോ ഫ്ലവർ കാണാൻ എന്ത് ഭംഗിയെന്ന് നോക്കിയേ. ഇതിനകത്ത് ഇനിയും കാട് പിടിച്ച് പൂവുണ്ടാകും. ചെടി നല്ലൊരു ചെടിയാണ് കോസ്മോ ചെടി. പിന്നെ ഇതൊരു ടൈപ്പ് ഹൈഡ്രാഞ്ചിയാണ്. അതിൻ്റെ കളർ കണ്ടില്ലേ. പിന്നെ ഇനി നമ്മുടെ സ്റ്റാർ ഓഫ് ദ ഗാർഡൻ എന്ന് പറയാനായിട്ട്, അതായത് ഇപ്പോഴത്തെ സ്റ്റാർ ഓഫ് ദ ഗാർഡനാണ് എൻ്റെ ഈ ഹൈഡ്രാഞ്ചിയ. ഈ ഹൈഡ്രാഞ്ചിയയുടെ പേര് എനിക്ക് തോന്നുന്നത് ഹൈഡ്രാഞ്ചിയ മോപ്പ് ഹെഡ് എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുപോലെ ബിഗ് ഹെഡ്സ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന കാരണം. അപ്പം ഈ പിങ്ക് ഹൈഡ്രേഞ്ചിയ ഞാൻ ഇതുവരെ കട്ട് ഫ്ലവർ ആയിട്ട് എടുത്തിട്ടില്ല. അപ്പം നമുക്ക് ഇവനെ എടുക്കാം. ഇവൻ്റെ ടേണാണ്. അപ്പോൾ ഈ ഹൈഡ്രാഞ്ചിയയുടെ ഒരു ചെടിയെ തന്നെ പല കളറിലുണ്ട്. പർപ്പിളുണ്ട്, ഡാർക്ക് പർപ്പിളുണ്ട്, ഒരു ലാവൻഡർ കളർ പോലത്തെ ഉണ്ട്. ഞാനിപ്പോൾ ഒരു ലൈറ്റ് പർപ്പിൾ ഓർ ലാവൻഡർ ഓർ ലൈലാക്ക്, മൈ ഗോഡ് ഏതാണെന്ന് എനിക്ക് അറിയത്തില്ല. ഭയങ്കര കൺഫ്യൂസിങ് ആണ് ഈ പർപ്പിൾ ലാവൻഡർ ഫാമിലി ഓഫ് കളേഴ്സ്. അങ്ങനെ അവിടെ നിന്ന് 2 കളർ പിക്ക് ചെയ്തു. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. നല്ല എസ്തെറ്റിക് ബ്യൂട്ടിഫുൾ കളേഴ്സ് അല്ലേ. സത്യം പറഞ്ഞാൽ ഐ എം സോ പ്രൗഡാണ് കേട്ടോ. എനിക്ക് എൻ്റെ ഗാർഡനിൽ എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചല്ലോ. അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. അത് തന്നെ ഐ എം വെരി താങ്ക്ഫുൾ ആൻഡ് സോ പ്രൗഡ്. അപ്പം ഞാൻ എൻ്റെ മോളോട് ചോദിച്ചു, ഒരു വെള്ളയും കൂടെ പറിച്ചാൽ എങ്ങനെയിരിക്കും. ആ വെള്ള ഹൈഡ്രേഞ്ചും കൂടെ പറിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്ത് നല്ല ബ്യൂട്ടിഫുൾ കളറാന്ന് നോക്കിയേ. ഐ എം സോ ഹാപ്പി കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ അറേഞ്ച് ചെയ്ത് വെക്കും. അതിൻ്റെ വീഡിയോ ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. സാറ്റർഡേ അത് വന്നിട്ടുണ്ട്. കണ്ടിട്ട് അഭിപ്രായം പറയണേ. ഈ വീഡിയോയിൽ ഞാൻ ഫിൽറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എൻ്റെ പൂക്കളുടെ കളർ അതേപടി നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫിൽറ്റേഴ്സ് ഒന്നും യൂസ് ചെയ്യാത്തത്. അപ്പം വീഡിയോന് വലിച്ചു നീട്ടുന്നില്ല. താങ്ക് യു എവരി വൺ ഫോർ വാച്ചിങ്. അടുത്തൊരു ബ്യൂട്ടിഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു സൂൺ.